പാരീസ് ഒളിമ്പിക്സിൽ ആദ്യ മെഡൽ നേട്ടവുമായി ഇന്ത്യ. 10 മീറ്റർ എയർ പിസ്റ്റളിൽ മനു ഭാക്കറിന് വെങ്കലം. 12 വർഷത്തിന് ശേഷമാണ് ഇന്ത്യക്ക് പിസ്റ്റൾ വിഭാഗത്തിൽ മെഡൽ ലഭിക്കുന്നത്. അതുല്യ നേട്ടമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രതികരിച്ചു. ഒളിമ്പിക്സ് മത്സരങ്ങളുടെ വിശദാംശങ്ങളുമായി ഒളിമ്പിക് ഡെസ്കിൽ നിന്നും അതുല്യ രാമചന്ദ്രൻ ചേരുന്നു. അതുല്യ, അഭിമാന നിമിഷമാണ്, എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? കളി ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ആദ്യ മെഡൽ എന്ന് പറയുന്നത് ഒരു വനിത തന്നെ ഇന്ത്യയിലേക്ക് എത്തിച്ചിരിക്കുകയാണ്. 12 വർഷങ്ങൾക്ക് ശേഷമാണ് ഈ നേട്ടം എന്നതിനപ്പുറം ആദ്യമായാണ് ഷൂട്ടിംഗ് പോലൊരു വിഭാഗത്തിൽ ഒരു ഇന്ത്യൻ വനിത ആദ്യമായാണ് മെഡൽ നേടുന്നത് എന്നൊരു ബഹുമതി കൂടി മനു ഭാക്കർ സ്വന്തമാക്കിയിരിക്കുകയാണ്. മാത്രമല്ല 20 വർഷങ്ങൾക്ക് ശേഷമാണ് ഈ വിഭാഗത്തിൽ ഷൂട്ടിംഗ് വിഭാഗത്തിൽ ഒരു വനിത ഫൈനലിൽ പോലും എത്തുന്നത്. ഇതിനു മുൻപ് 20ഓളം വർഷങ്ങൾക്ക് മുൻപ് 2000-ലോ മറ്റോ സുമ ശിരൂർ എന്ന വനിതയാണ് ഷൂട്ടിങ്ങിൽ ആദ്യമായി ഫൈനലിലേക്കെങ്കിലും എത്തുന്നത്. നിലവിൽ മനു ഭാക്കർ ആ റെക്കോർഡും മറികടന്ന് വെങ്കലം നേടിയിരിക്കുകയാണ്. 2012 ലണ്ടൻ ഒളിമ്പിക്സിൽ ഗഗൻ നരംഗിന് ശേഷം ഷൂട്ടിങ്ങിൽ ഒരു മെഡൽ ഇന്ത്യയിലേക്ക് എത്തിയിരിക്കുകയാണ്. മാത്രമല്ല ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്നത്തെ തുടക്കം തന്നെ വിജയത്തോടെ അല്ലെങ്കിൽ പ്രതീക്ഷകളോടെ ആയിരുന്നു. പാരീസിൽ ഇന്ത്യയുടെ 2ാം ദിനം പ്രതീക്ഷാ നിർഭരമായിരുന്നു എന്ന് പറയുന്നതിൽ യാതൊരു തെറ്റുമില്ല. PV സിന്ധുവിൻ്റെ മികച്ച തുടക്കം, അതുപോലെ തന്നെ ശ്രീജ അഗലുവിൻ്റെ ടേബിൾ ടെന്നീസിൽ വളരെ കൃത്യമായ അല്ലെങ്കിൽ സമഗ്രമായ ഒരു ഏകാധിപത്യത്തിലൂടെയായിരുന്നു 4-0 എന്ന നിലയിൽ ശ്രീജയുടെ വിജയം. അതിനെല്ലാം ശേഷം ഇന്ത്യ കാത്തിരുന്ന മനു ഭാക്കറിൻ്റെ മത്സരം 3:30 ആരംഭിക്കുന്നു. തുടക്കത്തിൽ തന്നെ ആദ്യഘട്ടത്തിൽ തന്നെ 10 ഷോട്ടുകളിലും കൃത്യമായ ആധിപത്യം ഉറപ്പിച്ചുകൊണ്ട് മനു 3ാം സ്ഥാനം ഉറപ്പിച്ചു പിടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നീട് വന്ന 5 ഘട്ടങ്ങളിലും ഒരിക്കൽ പോലും മനു 3ാം സ്ഥാനത്ത് നിന്നും താഴേക്ക് പോയിട്ടില്ല. ഏതാണ്ട് 5ാമത്തെ ഘട്ടത്തിൽ 6 ഘട്ടങ്ങളാണുള്ളത്. അതിൽ 5ാമത്തെ ഘട്ടത്തിൽ ഒരു വേള കൊറിയയുടെ കിം യേജിയെ 2ാം സ്ഥാനത്ത് നിന്ന് തള്ളി മനു 2ാം സ്ഥാനത്തേക്ക് ഉയർന്നിരുന്നു. ഒരു പക്ഷേ ഇന്ത്യയുടെ ആദ്യ നേട്ടം വെള്ളി ആയിരിക്കുമോ എന്ന ഒരു തോന്നലിലേക്കും നമ്മൾ എത്തിയിരുന്നു. എന്നാൽ അവസാന ഷോട്ടിൽ മനു ചെറുതായൊന്ന് പുറകിലേക്ക് വരികയും 3ാം സ്ഥാനത്തിൽ തന്നെ എത്തുകയുമായിരുന്നു. എങ്കിൽ പോലും ഒരിക്കൽ പോലും കാലിടറാതെ പതറാതെയാണ് മനു ഈ വെങ്കലം നേടിയെടുത്തത്. ഇതിനു മുൻപ് ടോക്കിയോ ഒളിമ്പിക്സിൽ തൻ്റെ ഈ പിസ്റ്റളിനുണ്ടായ പിഴവ് മൂലം മനുവിൻ്റെ മത്സരം താറുമാറായിരുന്നു. അന്ന് കണ്ണീരണിഞ്ഞാണ് മനു ആ ടോക്കിയോ ഒളിമ്പിക്സിൽ ഷൂട്ടിംഗ് സെൻറ്റർ വിട്ടു പോന്നത്. ഈ ഷൂട്ടിങ്ങിനിടെ ഉണ്ടായ ഒരു മാൽപാക്ട്രിസ് അല്ലെങ്കിൽ ഈ ഷൂട്ടിംഗ് റൈഫിളിൻ്റെ അല്ലെങ്കിൽ പിസ്റ്റളിൻ്റെ ഉള്ളിലുണ്ടായിരുന്ന ഒരു സാങ്കേതിക പിഴവ് മൂലമാണ് അന്ന് മനുവിന് ആ മത്സരം തന്നെ നഷ്ടമാകുന്നത്. അന്നത്തെ കൈപ്പേറിയ ഓർമ്മകൾക്ക് പകരം അല്ലെങ്കിൽ ആ ഓർമ്മകൾക്ക് പകരം അവസാനം ലഭിച്ച സമ്മാനമാണ് തൻ്റെ ഈ വെങ്കലം എന്നാണ് മനു വികാരനിർഭരമായി പ്രതികരിച്ചത്. അതോടൊപ്പം തന്നെ ഇന്ത്യൻ പ്രധാനമന്ത്രി അടക്കമുള്ളവരും രാഷ്ട്രീയ നേതാക്കളും അതുപോലെ തന്നെ കായിക രംഗത്തുള്ള പ്രമുഖരും എല്ലാം മനുവിനെ അഭിനന്ദനങ്ങൾ കൊണ്ട് ഇപ്പോൾ പ്രവഹിച്ചുകൊണ്ടേയിരിക്കുകയാണ്. സമൂഹ മാധ്യമങ്ങളിൽ എങ്ങും നിറഞ്ഞു നിൽക്കുന്നത് മനുവിനോടുള്ള അഭിനന്ദനം മാത്രമാണ്. എന്തായാലും ഇന്നത്തെ ഈ ഒരു മെഡൽ നേട്ടം എന്ന് പറയുന്നത് ഇന്ത്യയുടെ പ്രതീക്ഷകൾക്ക് ഒന്നുകൂടി കരുത്തേകിയിരിക്കുകയാണ്. കാരണം നാളെ ഇതേ ഷൂട്ടിംഗ് വിഭാഗത്തിൽ തന്നെ മനു മത്സരിച്ചത് പിസ്റ്റൾ വിഭാഗത്തിലാണെങ്കിൽ 10 മീറ്റർ എയർ പിസ്റ്റൾ വിഭാഗത്തിലാണെങ്കിൽ 10 മീറ്റർ എയർ റൈഫിൾ വിഭാഗത്തിൽ നാളെ ഇന്ത്യയുടെ 2 താരങ്ങളാണ് ഫൈനലിൽ ഇറങ്ങുന്നത്. പുരുഷന്മാരുടെ വ്യക്തിഗത വിഭാഗത്തിൽ അർജുൻ ബപുതയും സ്ത്രീകളുടെ വ്യക്തിഗത വിഭാഗത്തിൽ രമിത ജിൻഡാലും ഇരുവരും 10 മീറ്റർ എയർ റൈഫിൾ വിഭാഗത്തിൽ തന്നെയാണ് മത്സരത്തിന് ഇറങ്ങുക. രമിതയുടെ മത്സരം ഇന്ത്യൻ സമയം ഉച്ചയ്ക്ക് 1 മണിക്കാണ്. അർജുൻ്റേത് നിലവിൽ തീരുമാനിച്ചിരിക്കുന്നത് ഉച്ചയ്ക്ക് ശേഷം എന്ന് മാത്രമാണ്. എന്തായാലും ഈ ഒരു രീതിയിൽ ഇന്ത്യക്ക് ഷൂട്ടിങ്ങിൽ വളരെയധികം പ്രതീക്ഷയേകുന്ന ഒരു ജയമാണ് മനുവിൻ്റേത്. മാത്രമല്ല ഇന്ത്യൻ രംഗത്തെ സംബന്ധിച്ചിടത്തോളം ഒരു പക്ഷേ ഇനി അങ്ങോട്ടുള്ള മെഡൽ നേട്ടങ്ങളിലേക്കുള്ള തുടക്കമായിരിക്കും ഇത് എന്ന് തന്നെ നമുക്ക് പ്രത്യാശിക്കാം. കാളിദാസ്, തീർച്ചയായും പാരീസ് ഒളിമ്പിക്സിൽ ആദ്യ മെഡൽ നേട്ടവുമായി ഇന്ത്യ. 10 മീറ്റർ എയർ പിസ്റ്റളിലാണ് മനു ഭാക്കറിന് വെങ്കലം നേടിയിരിക്കുന്നത്. 12 വർഷത്തിന് ശേഷമാണ് ഇന്ത്യക്ക് പിസ്റ്റൾ വിഭാഗത്തിൽ മെഡൽ ലഭിക്കുന്നതും എന്നുള്ളതും പ്രധാനമാണ്. വിവരങ്ങളാണ് അതുല്യ രാമചന്ദ്രൻ ഒളിമ്പിക്സ് ഡെസ്കിൽ നിന്നും നൽകിയത്.